അടുത്ത ടോപ്പിക്ക് ഡൈഇലക്ട്രിക് ഹീറ്റിംഗ് ആണ്. ഇതുവരെ നമ്മൾ രണ്ട് ഹീറ്റിംഗ് പറഞ്ഞ്, ഫസ്റ്റത്തെ റെസിസ്റ്റൻറ്റ് ഹീറ്റിംഗ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, പിന്നെ ഇൻഡക്ഷൻ ഹീറ്റിംഗ് നമ്മൾ തൊട്ട് മുമ്പത്തെ ടോപ്പിക്കിൽ പറഞ്ഞത്. ഈ രണ്ട് ഹീറ്റിങ്ങിലും ഹീറ്റ് ചെയ്യേണ്ട മെറ്റീരിയൽ എന്തായിരിക്കണം? കറണ്ട് കടത്തിവിടുന്ന മെറ്റീരിയൽ ആയിരിക്കണം. എന്നാലേ നമുക്ക് ആ രണ്ട് സിസ്റ്റത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഹീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. എന്നാൽ കറണ്ട് കടത്തിവിടാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. എക്സാമ്പിൾ പറയാം, പ്ലാസ്റ്റിക്, വുഡ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഇതൊക്കെ നമുക്ക് ഇലക്ട്രിക് ഹീറ്റിംഗ് ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യാൻ പറ്റും. ആ ഹീറ്റിങ്ങിനെ പറയുന്ന പേരാണെന്ത്? ഡൈഇലക്ട്രിക് ഹീറ്റിംഗ്. അതായത് ഇവിടെ ഹീറ്റ് ചെയ്യുന്ന വസ്തു കറണ്ട് കടത്തിവിടുന്ന വസ്തു ആവില്ല. മനസ്സിലായോ? കറണ്ട് കടത്തിവിടാത്ത വസ്തുവിനെയാണ് ഈ ഡൈഇലക്ട്രിക് ഹീറ്റിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹീറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ കണ്ടില്ല, അതിന് നോട്ട് നോക്കൂ നിങ്ങൾ. ഡൈഇലക്ട്രിക് ഹീറ്റിംഗ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ജനറേഷൻ ഓഫ് ഹീറ്റ് ഇൻ എ നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ. അതാണ് അതിൻ്റെ പോയിന്റ് കേട്ടോ. ഡൈഇലക്ട്രിക് ഹീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് ജനറേഷൻ ഓഫ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. എവിടെ? ഇൻ എ നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ബൈ ദ അപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. അതായത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെ അപ്ലിക്കേഷൻ കാരണം ആണ് അവിടെ എന്ത് ചെയ്യണത്? നമ്മൾ ഈ ഹീറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ. ഇവിടെ ഇങ്ങനെ ഒരു ഹീറ്റ് ഉണ്ടാവാനുള്ള കാരണം ദ ടെക്നിക് ഓഫ് ഡൈഇലക്ട്രിക് ലോസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ അനലോഗസ് ടു ഹിസ്റ്ററിസിസ് ലോസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഇലക്ട്രോമാഗ്നറ്റിക് ആക്ഷൻ മെറ്റീരിയൽ ആൾസോ നോൺ ആസ് ഡൈഇലക്ട്രിക് ഹിസ്റ്ററിസിസ്. അതായത് കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ സിമിലർ ആയിട്ട് ഡൈഇലക്ട്രിക് ലോസ് എന്ന് പറഞ്ഞൊരു ലോസ് ഉണ്ടാവും. ആ ലോസാണ് ഇവിടെ ഹീറ്റ് ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ. ഇവിടെ നിങ്ങൾ ഡയഗ്രത്തിൽ നോക്കൂ. നിങ്ങൾ ഡയഗ്രത്തിൽ ഈ ഡയഗ്രം നോക്ക്. ഓക്കെ. ഇത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ടച്ചിങ് ആണ്. ഇതിൽ കണ്ടോ, ഈ മേലെ ഒരു പാളിയുണ്ട്, താഴെ ഒരു പാളിയുണ്ട് അല്ലേ? ഈ താഴെയുള്ള ഈ സാധനം മെറ്റലാണ്, ഈ താഴെയുള്ള ഇതും മെറ്റലാണ്. അപ്പം മുകളിൽ ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ട്, താഴെ ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ട്. ഇതിനിടയിലുള്ള സാധനം എന്താണ്? നമ്മളെ കണ്ടക്റ്റിംഗ് അല്ലാത്ത സാധനം. അതായത് ഒന്നെങ്കിൽ വുഡ് ആവാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആവാം. എന്താണോ നമുക്ക് ഹീറ്റ് ചെയ്യേണ്ടത്, ഈ സാധനമാണ് ഈ ഗ്യാപ്പിലുള്ളത്. അപ്പോൾ മുകളിലൊരു കണ്ടക്റ്റിംഗ് പ്ലേറ്റ്, താഴെ ഒരു കണ്ടക്റ്റിംഗ് പ്ലേറ്റ്. ഇതിനിടയിൽ നമുക്ക് ഹീറ്റ് ചെയ്യേണ്ട വുഡോ പ്ലാസ്റ്റിക്കോ അങ്ങനെ കണ്ടക്റ്റിംഗ് അല്ലാത്ത എന്താണോ അത്. മനസ്സിലായോ? എന്നിട്ട് നമ്മളിവിടെ സപ്ലൈ കൊടുക്കുകയാണ്, ഹൈ സപ്ലൈ കൊടുക്കുകയാണ്. അപ്പം ഇതിനിടയിലുള്ള സാധനം ഡൈഇലക്ട്രിക് ലോസ് സംഭവിച്ച് എന്താവും? അവിടെ ഹീറ്റായിട്ട് മാറും. ക്ലിയർ ആവുണ്ടോ? ഇനി അതുമായി റിലേറ്റ് ചെയ്ത ഒരു ചെറിയൊരു സർക്യൂട്ട്, അതിൻ്റെ ഒരു ഇക്വലൻ്റ് സർക്യൂട്ടാണ് ഈ കാണിച്ചിട്ടുള്ളത്. അത്രയേ ഉള്ളൂ. അത് ജസ്റ്റ് വരച്ച് വെച്ചാൽ മതി. നിങ്ങൾ ഇത് ഈ ടോപ്പിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡയഗ്രാം മൊത്തത്തിൽ വരച്ച് വെക്കുക കേട്ടോ. ഇനി അപ്ലിക്കേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്ലിക്കേഷൻ കണ്ടോ, പ്രീ ഹീറ്റിംഗ് ഓഫ് പ്ലാസ്റ്റിക് പെർഫോംസ്, പിന്നെ വുഡ് ഗ്ലൂയിങ്. അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ഈ MDFൻ്റെ ഒക്കെ നല്ല നമ്മൾ സ്റ്റാഫ് റൂമിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് നമ്മളെ പ്ലൈവുഡിൻ്റെ അതിൻ്റെയൊക്കെ നല്ല ടേബിൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പ്ലൈവുഡിലൊക്കെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് കണ്ടോ, ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വുഡ് പരസ്പരം എന്ത് ചെയ്യാൻ വേണ്ടി? ഗ്ലൂയിങ്, പശ വെച്ച് ഒട്ടിക്കുക. അപ്പോൾ പശ മാത്രമാകുമ്പം ചിലപ്പോൾ നന്നായിട്ട് ഒട്ടൂല. അപ്പം പശ വെച്ചിട്ട് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? നന്നായിട്ട് എന്താവും? പിടിക്കും. പിന്നെ വുഡ് പ്രോസസ്സിങ്, അതായത് ഭക്ഷണ സാധനങ്ങളുടെ പാക്കിങ്, അതിൻ്റെ ഹീറ്റ് ചെയ്യൽ. മനസ്സിലായോ? സാധനങ്ങൾ നമുക്കിപ്പം കൊമേഴ്ഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ? അതിൻ്റെ ഹീറ്റിങ്, അതുപോലെ അതിൻ്റെ പാക്കിങ് കാര്യങ്ങൾ. പിന്നെ കെമിക്കൽ പ്രോസസ്സിങ്, പിന്നെ ഡ്രൈയിങ് ഓഫ് വുഡ്, മരം ഉണക്കാൻ. മനസ്സിലായോ? മരം ഉണക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫർണിച്ചർ വർക്കുകൾ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മരം ഉണക്കാൻ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിനൊക്കെ ഉപയോഗിക്കും. ഓക്കെ. അപ്പോൾ ഈ ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ.